ഇത് ജനങ്ങളുടെ വിജയം. പെട്രോളിൽ 25% എഥനോൾ കലർത്തിയ ഇന്ധനം അവതരിപ്പിക്കുന്നതിനുള്ള നീക്കം സർക്കാർ വൈകിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ സംരംഭകരും ടി വി താരവുമായ തെഹ്സിൻ പൂനാവാല പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. 75% പെട്രോളും 25% എഥനോളും അടങ്ങിയ E25 ഇന്ധനം ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ E25 പുറത്തിറക്കുന്നതിനുള്ള ഔദ്യോഗിക സമയക്രമം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നിരുന്നാലും പെട്രോളിൽ എഥനോൾ കലർത്തുന്ന നടപടി E20ക്ക് അപ്പുറത്തേക്ക് പോകുമെന്നാണ് നിലവിലെ സൂചനകൾ. എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്രം എഥനോൾ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ നിലവിലെ ജനകീയ പ്രതിഷേധം കണക്കിലെടുത്ത് നേരിട്ട് ഉയർന്ന മിശ്രിതത്തിലേക്ക് മാറുന്നതിന് പകരം ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റത്തിന് സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. എഥനോൾ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രം പറയുന്നത് പലതും നുണയാണെന്നാണ് പ്രധാന വിമർശനം. അതേപോലെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ പേരുമാണ്. എഥനോൾ വിവാദത്തിൽ ഉൾപ്പെട്ട സിയാൻ അഗ്രോ എന്ന കമ്പനിയുടെ നേതൃസ്ഥാനത്തുള്ളത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയാണ്. കർഷകരോടുള്ള സ്നേഹമല്ല, കൃത്യമായ ബിസിനസ് തന്ത്രമാണ് ഈ നയത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. കരിമ്പ്, ചോളം, അരി തുടങ്ങിയ കാർഷിക വിളകളിലെ പഞ്ചസാരയും അന്നജവും ഈസ്റ്റിന്റെ സഹായത്തോടെ പുളിപ്പിച്ചാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. തുടർന്ന് ലഭിക്കുന്ന ദ്രാവകം അത്യാധുനിക സംവിധാനങ്ങളിലൂടെ വാറ്റി ശുദ്ധീകരിച്ച് അതിലെ ജലാംശം പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. ഇങ്ങനെ ലഭിക്കുന്ന 99.5% ശുദ്ധതയുള്ള ഈ ആൽക്കഹോളാണ് നമ്മൾ പെട്രോളിൽ കലർത്തുന്നതിനുള്ള ഇന്ധന ഗ്രേഡ് എഥനോളായി മാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മദ്യമുണ്ടാക്കുന്ന അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും കരിമ്പ് നീര്, ശർക്കരപ്പാവ്, ചോളം, കേടുവന്ന ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. നിലവിൽ വൈക്കോൽ ഉൾപ്പെടെയുള്ള കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നുമുണ്ട്. ഇന്ധനമായി മാത്രമല്ല, മരുന്നുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റുകൾ, മദ്യം എന്നിവയുടെ നിർമ്മാണത്തിലും എഥനോൾ പ്രധാന ഘടകമാണ്. വൻതോതിലുള്ള ഇന്ധന ഇറക്കുമതി ചെലവ് ചുരുക്കാനും ഹരിത ഇന്ധനം എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ ചൂടുവെക്കാനും ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ബദലായി മാറുകയാണ് എഥനോൾ. രാജ്യത്ത് ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെ സിംഹഭാഗവും വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ആഗോള വിപണിയിലെ വിലക്കയറ്റവും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളും ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നതിന് ഒരു കാരണമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പെട്രോളിന് പകരമായി ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എഥനോളിനെ രാജ്യം നോക്കിക്കാണുന്നത്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിലൂടെ ഇന്ധനം കൂടുതൽ ശുദ്ധമായി കത്തുകയും പുക മലിനീകരണം വലിയ തോതിൽ കുറയുകയും ചെയ്യും. ഇതിനൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലയില്ലാത്ത അവശിഷ്ടങ്ങൾക്കും മികച്ച വിപണി ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. എഥനോൾ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. കരിമ്പ്, ചോളം തുടങ്ങിയ വിളകൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറും. പഞ്ചസാര ഉൽപ്പാദനത്തിന് പുറമെ മില്ലുകൾക്ക് മറ്റൊരു വരുമാന മാർഗം കൂടി ഇതിലൂടെ ലഭിക്കും. പരിസ്ഥിതി സൗഹൃദ ഇന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും സർക്കാരിന് സാധിക്കും. രാജ്യത്തുടനീളം എഥനോൾ പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ഉൽപ്പാദനം ഒരേപോലെയല്ല. കരിമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ യഥേഷ്ടം ലഭ്യമാകുന്ന പ്രദേശങ്ങളിലാണ് ഭൂരിഭാഗം പ്ലാന്റുകളും പ്രവർത്തിക്കുന്നത്. ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും അസംസ്കൃത വസ്തുക്കളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായി പഞ്ചസാര മില്ലുകൾ, ധാന്യ സംസ്കരണശാലകൾ, ബയോ റിഫൈനറികൾ എന്നിവയ്ക്ക് സമീപമാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഉൽപ്പാദനം വ്യാപിപ്പിക്കുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് എഥനോൾ ഉൽപ്പാദനത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ളത്. രാജ്യത്ത് എഥനോൾ മിശ്രിത ഇന്ധന നയം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കാണിച്ച അമിത തിടുക്കം സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയ്ക്കും സംശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. സാധാരണ പെട്രോളും 20% എഥനോൾ കലർന്ന E20 ഇന്ധനവും തമ്മിൽ തങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉപഭോക്താക്കൾക്ക് നൽകാത്തതാണ് പ്രധാന വിമർശനം. വിദേശ രാജ്യങ്ങളിലൊക്കെ പമ്പുകളിൽ വിവിധതരം ഇന്ധന മിശ്രിതങ്ങൾ ലഭ്യമാണെന്നിരിക്കെ ഇന്ത്യയിൽ ഇതൊരു നിർബന്ധിത മാറ്റമായി അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൃത്യമായ താൽപ്പര്യങ്ങളുണ്ടെന്നാണ് പ്രധാന ആരോപണം. കേന്ദ്രത്തിന്റെ ഈ നയം വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് 2 സ്വകാര്യ കമ്പനികൾക്കാണെന്നാണ് വിമർശനം. നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരി നേതൃത്വം നൽകുന്ന സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, രണ്ടാമത്തെ മകൻ സാരംഗ് ഗഡ്കരിയുമായി ബന്ധമുള്ള മാനസ് അഗ്രോ എന്നീ കമ്പനികളാണ് വിവാദത്തിലായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിയാൻ അഗ്രോ കമ്പനി 1985 സ്ഥാപിതമായത്. ആദ്യകാലത്ത് ഉംബ്രൈറ്റ് അഗ്രോ കോംപ്ലക്സ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 2015 ഡിസംബറിലാണ് പേര് മാറ്റി സിയാൻ അഗ്രോ എന്നാക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ മേഖലകളിൽ ബിസിനസ്സുള്ള ശൃംഖലയായി സിയാൻ മാറി. കൃഷി, ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ, പഞ്ചസാര, വൈദ്യുതി, വളം, ഡിസ്റ്റിലറി, LPG, മോട്ടോർ സ്പിരിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, നാടൻ മദ്യം എന്നിവയിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. E20 നയം വന്നതോടെ സിയാൻ കമ്പനിയുടെ ഓഹരി വില ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2184% കുതിച്ചുയർന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്.
കമ്പനിയുടെ വരുമാനം 2024 ജൂണിലെ 18 കോടി രൂപയിൽ നിന്ന് 2025 ജൂൺ ആയപ്പോഴേക്കും 523 കോടിയായി വർദ്ധിച്ചു. 2024 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വെറും 10 ലക്ഷം രൂപ ലാഭമുണ്ടായിരുന്ന കമ്പനി 2026-ൽ 52 കോടി രൂപയാണ് ലാഭം കൊയ്തതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഒരു വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വിപണി മൂല്യം 100 കോടിയിൽ നിന്ന് 2000 കോടിയോളമായി ഉയർന്നു. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിതിൻ ഗഡ്കരി നിഷേധിക്കുകയാണ്. എഥനോൾ നയം വരുന്നതിന് മുൻപ് തന്നെ സിയാൻ കമ്പനി നിലവിലുണ്ടെന്നും രാജ്യത്തെ ആകെ എഥനോൾ ഉൽപ്പാദനത്തിന്റെ 0.5% താഴെ മാത്രമാണ് ഈ കമ്പനിയുടെ പങ്കെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കരാറുകൾ നൽകുന്നത് പെട്രോളിയം മന്ത്രാലയമാണെന്നും തനിക്കിതിൽ പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചസാര ഡിസ്റ്റിലറികൾ, ഊർജ്ജ ഉൽപ്പാദനം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ അനുബന്ധ ബിസിനസ്സുകളിൽ നിന്നാണ് തങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതെന്നാണ് സിയാൻ കമ്പനിയുടെയും വാദം. എന്നാൽ കമ്പനിയുടെ ഫയലിംഗുകളിൽ എഥനോൾ ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എത്രയെന്ന് വേർതിരിച്ച് കാണിച്ചിട്ടില്ലെന്ന് സ്വതന്ത്ര വിപണി ഗവേഷണ പ്ലാറ്റ്ഫോമായ ഫിൻഷോട്ട്സ് വ്യക്തമാക്കുന്നു. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകളിലും ബാലൻസ് ഷീറ്റിലും ഓഡിറ്റർമാർ ഒപ്പുവെച്ച കണക്കുകളിലും പൊരുത്തക്കേടുകളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഓഹരി വിലയിലുണ്ടായ അസാധാരണമായ കുതിച്ചുകയറ്റത്തെ തുടർന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സിയാൻ കമ്പനിയെ തങ്ങളുടെ ഏറ്റവും ഉയർന്ന നിരീക്ഷണ വിഭാഗമായ അഡീഷണൽ സർവെയിലൻസ് മെഷർ സ്റ്റേജ് 4 പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടും വിപണി നിയന്ത്രകരായ സെബി വിഷയത്തിൽ തുടരന്വേഷണത്തിന് തയ്യാറാകാത്തതിലും വ്യാപക വിമർശനമുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം സാധാരണക്കാരായ വണ്ടി ഉടമകളെ ആശങ്കയിലാഴ്ത്തുന്നതാണ് പെട്രോളിലെ എഥനോൾ മിശ്രിത നയം. 2023 മുൻപ് പുറത്തിറങ്ങിയ പെട്രോൾ വാഹനങ്ങളിൽ പുതിയ E20 ഇന്ധനം ഗുരുതരമായ തകരാറുകൾ ഉണ്ടാക്കുന്നതായിട്ടാണ് രാജ്യവ്യാപകമായി ഉയരുന്ന പരാതി. ഇന്ധനമാറ്റം നിർബന്ധമാക്കിയത് ഉപഭോക്താക്കളുടെ വാഹനങ്ങളെ ദോഷകരമായി ബാധിച്ചതായി ഭൂരിഭാഗം മെക്കാനിക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. റിപ്പയറിംഗ് ചെലവ് കുത്തനെ കൂടുക, ഫ്യുവൽ പമ്പുകൾ പ്രവർത്തനരഹിതമാകുക, ലോഹഘടകങ്ങളിൽ തുരുമ്പ് പിടിക്കുക എന്നിവയാണ് പ്രധാന വില്ലൻ. അന്തരീക്ഷത്തിലെ ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാനുള്ള എഥനോളിന്റെ സ്വഭാവം കാരണം ദിവസങ്ങളോളം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലാണ് തകരാറുകൾ കൂടുതലായി കണ്ടുവരുന്നത്. ലോക്കൽ സർക്കിൾസ് രാജ്യത്തെ 305 ജില്ലകളിലായി 44,000-ലധികം വാഹന ഉടമകളിൽ നടത്തിയ സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സർവേയിൽ പങ്കെടുത്ത 66% പേരും വ്യക്തമാക്കിയത് 2025 തുടക്കം മുതൽ തങ്ങളുടെ വാഹനങ്ങളുടെ മൈലേജ് 10%-ലധികം കുറഞ്ഞു എന്നാണ്. 55% വണ്ടിയുടമകൾക്കും തങ്ങളുടെ വാഹനത്തിന്റെ സ്പെയർ പാർട്സ് മുൻപത്തേക്കാൾ കൂടുതൽ തേയ്മാനവും വലിയ തുകയുടെ റിപ്പയറിംഗ് ആവശ്യങ്ങളും നേരിടേണ്ടി വന്നു. ഇന്ധനക്ഷമത കുറയുമെന്ന ഭീതിയും ഭാവിയിൽ E30 ഇന്ധനം വരുമോ എന്ന ആശങ്കയും കാരണം പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയിട്ടിരുന്ന 43% പേരും തങ്ങളുടെ തീരുമാനം കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും നീട്ടിവെച്ചതായി ഈ സർവേ വ്യക്തമാക്കുന്നു. തുടർച്ചയായ പരാതികൾ ഉയരുമ്പോഴും എഥനോൾ കലർന്ന ഇന്ധനം പൂർണ്ണമായി സുരക്ഷിതമാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. എഥനോൾ കാരണം എഞ്ചിന് തകരാറുണ്ടാകുമെന്ന വാദങ്ങൾ ശാസ്ത്രീയമല്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആശങ്കകൾ വ്യക്തമായതോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച സർക്കാർ 10 വിശദീകരണ കുറിപ്പും പുറത്തിറക്കിയിരുന്നു. അമേരിക്ക, ബ്രസീൽ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി എഥനോൾ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടെന്നും E20 ഒരു പരീക്ഷണാത്മക ഇന്ധനമല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ E20-ക്കൊപ്പം ഉപഭോക്താക്കൾക്ക് താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ E10 പോലുള്ള മറ്റ് ബദലുകൾ നൽകുമ്പോൾ ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലെന്നാണ് വിമർശകരുടെ വാദം. പരാതികൾ പ്രവഹിക്കുമ്പോഴും എഥനോൾ മിശ്രിത നയവുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര തീരുമാനം. ഇതുകൂടാതെ E85, E100 ഇന്ധനങ്ങൾ വ്യാപകമാക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. 2030 രാജ്യത്ത് E30 ഇന്ധനം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. E22, E25, E27 എന്നിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ നയത്തിലെ മാറ്റം. കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഇത് നടപ്പാക്കുമെന്നും മന്ത്രാലയം ആവർത്തിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷവും സാധാരണക്കാരായ ജനങ്ങളും. ഇന്ത്യയിൽ എഥനോൾ നയം നടപ്പിലാക്കുമ്പോൾ ഉദാഹരണമായി സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ബ്രസീലിലെ ഇന്ധന നയമാണ്. ബ്രസീലിൽ എഥനോൾ നയം വലിയ വിജയമാണ്. എന്നാൽ അതിലേക്ക് എത്താൻ ഇന്ത്യ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ദശാബ്ദങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെയും കൃത്യമായ നയത്തുടർച്ചയിലൂടെയും ബ്രസീൽ കൈവരിച്ച നേട്ടം ഇന്ത്യ വെറും 3 വർഷം കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ഇന്ത്യ എഥനോൾ ചർച്ചകളിൽ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ബ്രസീലിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വ്യക്തമാകും. പെട്രോളിൽ 5% എഥനോൾ നിർബന്ധമാക്കിക്കൊണ്ടാണ് ബ്രസീൽ ആദ്യമായി ഈ രംഗത്തേക്ക് വരുന്നത്. അത് 1931-ലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കടുത്ത ഇന്ധനക്ഷാമത്തിൽ ഇത് താൽക്കാലികമായി 50% വരെ ഉയർത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കരിമ്പ് ഉൽപ്പാദകരായ ബ്രസീൽ 1973-ലെ ആഗോള എണ്ണ പ്രതിസന്ധിയെ തുടർന്നാണ് എഥനോൾ ഉൽപ്പാദനം വലിയ തോതിൽ വ്യാപിപ്പിച്ചത്. തുടർന്ന് 2003-ൽ പെട്രോളിലോ എഥനോളിലോ അല്ലെങ്കിൽ ഇവ രണ്ടും ഏത് അനുപാതത്തിൽ കലർത്തിയ മിശ്രിതത്തിലോ സ്വയം ക്രമീകരിക്കപ്പെട്ട് ഓടാൻ സാധിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ബ്രസീൽ അവതരിപ്പിച്ചു. ബ്രസീലിയൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ബോഡിയായ അൻഫാവിയുടെ കണക്കുകൾ പ്രകാരം 2003-ൽ വെറും 48,178 യൂണിറ്റുകൾ മാത്രമായിരുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ വിൽപ്പന കഴിഞ്ഞ വർഷം 16.3 ലക്ഷമായി കുതിച്ചുയർന്നു.
നിലവിൽ ബ്രസീലിലെ മൊത്തം കാറുകളുടെ 90% ഫ്ലെക്സ് ഫ്യൂവൽ വിഭാഗത്തിലാണ് ഓടുന്നത്. ബ്രസീലിലെ ഇന്ധന പമ്പുകളിൽ ഉപഭോക്താക്കൾക്ക് 27% എഥനോൾ അടങ്ങിയ E27 പെട്രോളോ അതല്ലെങ്കിൽ 100% എഥനോൾ അടങ്ങിയ E100 പെട്രോളോ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. എഥനോളിന് സാധാരണ പെട്രോളിനേക്കാൾ 25 മുതൽ 35% വരെ വിലക്കുറവുള്ളതിനാൽ ജനങ്ങൾ എഥനോൾ തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ഇത്തരം ചോയ്സുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ല. സർക്കാർ നൽകിയ കൃത്യമായ വില ഇളവുകളും പ്രോത്സാഹനങ്ങളും കാരണം ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ബ്രസീലിയൻ വിപണിയിൽ വലിയ വിജയമായി മാറുകയായിരുന്നു. ഇതിന്റെ ഫലമായി 1980കളുടെ അവസാനത്തോടെ ബ്രസീലിൽ വിറ്റഴിക്കപ്പെട്ട പുതിയ കാറുകളിൽ 10ൽ 9 എണ്ണവും എഥനോളിൽ മാത്രം ഓടിക്കാൻ കഴിയുന്നവയായിരുന്നു എന്നത് ഈ പദ്ധതിയുടെ ജനപ്രീതി അടിവരയിടുന്നതാണ്. ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഹരിത ഊർജ്ജത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു പാഠപുസ്തകം കൂടിയാണ് ബ്രസീലിന്റെ ഈ എഥനോൾ വിപ്ലവം. പെട്രോളിൽ 20%-ലധികം എഥനോൾ കലർത്താനുള്ള E25, E30 പദ്ധതിയിൽ തൽക്കാലം ധൃതി പിടിച്ചുള്ള നീക്കത്തിനില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വിപണിയിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും വാഹന ഉടമകളുടെ ആശങ്കകളും കണക്കിലെടുത്ത് പടിപടിയായി മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. രാജ്യത്തെ ശരാശരി എഥനോൾ മിശ്രിത അനുപാതം 2019-2020 5% കേവലം 2 വർഷം കൊണ്ട് 10% ഉയർന്നിരുന്നു. നിലവിൽ ഇത് 20%-ൽ എത്തി നിൽക്കുകയാണ്. 2026 ഏപ്രിൽ മുതൽ രാജ്യത്ത് വിൽക്കുന്ന മുഴുവൻ പെട്രോളിലും 20% എഥനോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2030 കൈവരിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഈ നേട്ടം നിശ്ചിത സമയത്തിന് വളരെ മുമ്പേ തന്നെ സാധ്യമാക്കാൻ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് അല്പം കാത്തിരിക്കുന്നത് പ്രായോഗികമായി ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. സാധാരണ പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോളിൻ്റെ കലോറിഫിക് മൂല്യം 30 മുതൽ 35% വരെ കുറവാണ്. ഇത് മൈലേജ് ഗണ്യമായി കുറയ്ക്കും. ഒരു നിശ്ചിത അളവ് ഇന്ധനമോ അല്ലെങ്കിൽ ഭക്ഷണമോ പൂർണ്ണമായി കത്തുമ്പോൾ അല്ലെങ്കിൽ ദഹിക്കുമ്പോൾ പുറത്തു വരുന്ന താപ ഊർജ്ജത്തിൻ്റെ അളവാണ് കലോറിഫിക് മൂല്യം. ഇത് ഇന്ധനങ്ങളുടെ കാര്യക്ഷമത മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിയ തോതിൽ വലിച്ചെടുക്കാൻ എഥനോളിന് കഴിയും. ഇത് ഇന്ധന ടാങ്കുകൾക്കും എഞ്ചിൻ്റെ ഉള്ളിലെ ലോഹഭാഗങ്ങൾക്കും പെട്ടെന്നും തുരുമ്പെടുക്കാൻ കാരണമാകും. എന്നാൽ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ ടാങ്കുകൾക്ക് കേടുപാടുണ്ടാകില്ലെന്നും മറിച്ച് പഴയ മോഡലുകളിലെ റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ വേഗത്തിൽ ദ്രവിക്കാൻ കാരണമാകുമെന്നും മാത്രമാണ് കണ്ടെത്തിയത്. നിലവിൽ 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങിയ വാഹനങ്ങൾക്ക് മാത്രമാണ് E20 ഇന്ധനം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത്. അതിനു മുൻപ് വാങ്ങിയ കോടിക്കണക്കിന് കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും ഉടമകൾ വലിയ ആശങ്കയിലാണ്. എഥനോൾ കാരണം എഞ്ചിൻ കേടാകുമെന്നോ മൈലേജ് കുറയുമെന്നോ വാഹനം വാങ്ങുമ്പോൾ തങ്ങളെ കമ്പനികളോ സർക്കാരോ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഉയർന്ന എഥനോൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ എഞ്ചിനുകളിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എഥനോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഇപ്പോൾ രാജ്യം നടത്തുന്ന ദ്രുതഗതിയിലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമാകുമോ എന്ന ആശങ്ക കൗൺസിൽ ഓഫ് എനർജി, എൻവയോൺമെന്റ് ആൻഡ് വാട്ടർ എന്നിവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ E25ലേക്ക് കടക്കുന്നതിന് മുൻപ് വാഹന നിർമ്മാതാക്കളുമായും വിദഗ്ധരുമായി കൃത്യമായ കൂടിയാലോചന നടത്തിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന നിലപാടിലാണ് സർക്കാർ. ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 90% ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ജൈവ ഇന്ധനങ്ങളും വൈദ്യുത വാഹനങ്ങളും പ്രോത്സാഹിപ്പിക്കാതെ മറ്റു മാർഗമില്ല. എന്നാൽ കൃത്യമായി പഠിച്ചതിന് ശേഷം ആശങ്കകൾ ഒഴിവാക്കി ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം ഈ നയം നടപ്പിലാക്കേണ്ടത്.